കാർഷിക മേഖലയിൽ 3 പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് വളാഞ്ചേരി നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയിലെ 3 പദ്ധതികൾ കൂടി നടപ്പിലാക്കി. ഫലവൃക്ഷ തൈ വിതരണം, ഇടവിളക്കിറ്റ് വിതരണം, വെറ്റില കൃഷിക്ക് ഏണി വിതരണം എന്നിവയാണ് നടപ്പിലാക്കിയത്. പരിപാടി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 3 പദ്ധതികളാണ് നിർവഹണം നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഒട്ടുമിക്ക പദ്ധതികളും നമ്മൾ ഇതിനകം തന്നെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇനി 1-2 കർഷകർക്കുള്ള സബ്സിഡി, അതുപോലെ വളത്തിനുള്ള സബ്സിഡിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷിഭവൻ ഓഫീസ്. ഇതിലേറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ വിവിധ ഇനം ഫ്രൂട്ട്സുകളുടെ തൈകളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് അതിന്റെ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഫലവൃക്ഷ തൈകളിൽ റംബുട്ടാന്, അതുപോലെ വിയറ്റ്നാം എയർലി പ്ലാവ് തൈകള്, അതുപോലെ തായ്ലൻഡ് പേര, അതുപോലെ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ 2 തരം തൈകള്, ടിഷ്യൂ കൾച്ചർ വാഴത്തൈ, അത് മഞ്ചേരിക്കുള്ളൻ ഉൾപ്പെടെയുള്ള നല്ല ഇനം തൈകളാണ് ഈ ഫലവൃക്ഷ തൈകളിൽ വിതരണം ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം, ഇടവിളക്കിറ്റ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ അതിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ചേമ്പ്, കൂർക്ക എന്ന ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നടാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അതിന്റെ വിത്തുകളാണ് ഇവിടെ ഇന്ന് വിതരണം ചെയ്യുന്നത്. പിന്നെ ഏറെ കാലമായിട്ട് വെറ്റില കർഷകർ ആവശ്യപ്പെട്ടിരുന്ന ഒരു പദ്ധതിയാണ് വെറ്റില കൃഷിക്കാർക്ക് അത് വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അത് അറക്കുന്നതിന് വേണ്ടിയിട്ട് വെറ്റിലക്കുള്ള ഏണി ഒരുപാട് വർഷമായിട്ട് നമ്മളെ വാർഡ് സഭകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും 50% സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള തൈകൾ വിതരണം ചെയ്യാവുന്ന കൂടിയുള്ള പദ്ധതിയായിട്ടാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. കൃഷിഭവനെ സംബന്ധിച്ചോട്ട് നമുക്കറിയാം, കൃഷിഭവൻ ഓഫീസർ ഫസീലയുടെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ടീം നഗരസഭയുടെ ഓരോ പദ്ധതികളും സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അത് നിർവഹണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ കാർഷിക മേഖലയിലേക്ക് ഒരു പുത്തൻ ഉണർവായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് പച്ചക്കറി തൈകൾ നമ്മൾ വിതരണം ചെയ്തത്. എല്ലാവരുടെയും ഓരോ വാർഡ് പൈസ ചെയ്ത് ഇറക്കിയിട്ട് അത് വീടുകളിലേക്ക് എത്തിക്കുന്ന ശ്രമം കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. പല രീതിയിലുള്ള അവനവന് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അവനവന്റെ വീട്ടുമുറ്റത്ത് തന്നെ അല്ലെങ്കിൽ അടുക്കള തോട്ടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹം സഫലമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ പദ്ധതികളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 75% സബ്സിഡി നിരക്കിൽ റംബുട്ടാൻ, അവക്കാഡോ, തായ്ലൻഡ് പേര, വിയറ്റ്നാം പ്ലാവ്, ഡ്രാഗൺ ഫ്രൂട്ട്, മഞ്ചേരി കുള്ളൻ ടിഷ്യൂ വാഴ തൈ എന്നിങ്ങനെ 5 ഇനം ഫ്രൂട്ട്സ് തൈകളും 50% സബ്സിഡി നിരക്കിൽ അപേക്ഷ നൽകി ഗുണഭോക്തൃ വിഹിതം അടവാക്കിയ ഗുണഭോക്താവിന് വെറ്റില കൃഷിക്ക് ഏണിയും, കൂർക്ക, ചേമ്പ്, 2 ഇനം വാഴകന്ന് തുടങ്ങിയവ ഇടവിളക്കിറ്റിൽ ഉൾപ്പെടുത്തിയുമാണ് പദ്ധതികളിലൂടെ ഗുണഭോക്താവിന് ലഭിക്കുക. ഇടവിളക്കിറ്റ് സൗജന്യമായാണ് നടപ്പിലാക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷിഭവൻ ഓഫീസർ ഫസീല സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, കൌൺസിലർമാരായ സിദ്ദീഖ് ഹാജി, സദാനന്ദൻ കോട്ടീരി, താഹിറ ഇസ്മായിൽ, KV ഉണ്ണികൃഷ്ണൻ, ADC അംഗങ്ങളായ VT മുസ്തഫ, അബ്ദുൾ റൌഫ്, അബ്ദുൾ ഖാദർ, കൃഷിഭവൻ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K രമേശ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.